എല്ലാവർക്കും അന്നക്കിന വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ 2 കിലോ ചിക്കൻ കൊണ്ടാണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സബോളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 7 സബോള, അതൊരു വലിയ 7 സബോളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല സൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നല്ല നേർമയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സബോള വറുത്തെടുക്കാം. ഞാനിതൊരു 3 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. നമുക്കിതിൻ്റെ മിച്ചം എണ്ണ വന്നാൽ അത് ചിക്കൻ കറിക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, എന്നാലും ഒത്തിരി എണ്ണ ഒഴിക്കണ്ട. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ബ്രൗൺ കളർ ആകണം, എന്നാൽ കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിക്കന് കയ്പായി പോവും. എന്നാൽ നല്ല ബ്രൗൺ കളറിൽ നമുക്ക് ഈ സബോളയെല്ലാം ആദ്യമേ വറുത്തെടുക്കണം. എന്നിട്ട് വറുത്തിട്ട് ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കതിനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് വെക്കണം. മിക്സിയിലൊന്നും പൊടിക്കേണ്ട, കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാറുമ്പം കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുകയും ചെയ്യാം. ഞാനിവിടെ പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു ഇവയെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. സബോള വഴറ്റിയ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 5-6 പച്ചമുളക് 2ആയി പിളർന്നതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ, ധാരാളം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് വഴന്ന് ലഭിക്കുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആയാലാണ് 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഒരു നല്ല കളർ കിട്ടുകയും ചെയ്യും, എന്നാൽ എരിവ് കുറവായിരിക്കും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഗരം മസാല പൊടിച്ചത് ഒരു 1.5 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പുമൊക്കെ തിരുമ്മിയാണ് ചിക്കൻ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക, കൂടിപ്പോകരുത്. മസാലക്കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ വരും. ഇത് മഞ്ഞളും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന 2 കിലോ ചിക്കനാണ്. ഇത് നമുക്ക് ഈ പേസ്റ്റ് രൂപത്തിലായിരിക്കുന്ന തക്കാളി മസാല പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ ഉള്ളൂ ആ മസാലയെല്ലാം എല്ലാ ചിക്കൻ പീസിലും പിടിക്കുകയുള്ളൂ. ഇതിപ്പം ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ കൊള്ളുമില്ല, അതുപോലെ ആയിട്ടുണ്ട്. ഇച്ചിരി കുറച്ചുകൂടി വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ഇളക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ ആദ്യം ഒന്ന് വേവിക്കാനായിട്ടൊന്ന് മൂടി വെച്ചതാണ്, പക്ഷേ അത് പറ്റുമല്ലാത്ത കാരണം ഞാനത് പാത്രം മാറ്റിയിട്ടുണ്ട്. പാത്രം മാറ്റി വേവിച്ചെടുത്തതാണ്. ഈ പാത്രത്തിൽ കൂടുതൽ ചിക്കൻ കൊള്ളും. അപ്പോൾ ഞാൻ പാത്രം മാറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു 15 മിനിറ്റ് വേവായിട്ടുണ്ട്, നല്ലൊരു അത്യാവശ്യം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ സബോള വറുത്തത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സബോള എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ചുക്കായിട്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഇപ്പം നമുക്ക് നന്നായിട്ട് വെള്ളം എല്ലാം പറ്റി കിട്ടിയിട്ടുണ്ട്. സബോള വറുത്തത് നന്നായിട്ട് എന്നത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്, നല്ല ചാറെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഞാൻ ഇനി ലാസ്റ്റ് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ പെരുംജീരക പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് ഈ ചിക്കൻ ചുക്കയുടെ മെയിനായിട്ടുള്ളൊരു പൊടിയാണ്. കുരുമുളക് പൊടിയും നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അത് നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും നമ്മുടെ ചിക്കൻ ചുക്ക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഇനി ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചിക്കൻ ചുക്ക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, ഒത്തിരി പാടൊന്നുമില്ല. ആ സബോളയെന്ന് വറുത്തെടുക്കുന്ന ഒരു സമയം നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നുള്ളൂ. ഞാനിവിടെ ചിക്കൻ ചുക്ക ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ ചപ്പാത്തിയായിരുന്നു, ഉച്ചക്കത്തേക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഈ ചിക്കൻ ചുക്ക തന്നെയാണ് കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ചുക്ക ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ കറി കൂട്ടി വേണം കഴിക്കാൻ, അതാണ് അതിൻ്റെ രുചി. അടിപൊളി ടേസ്റ്റാണ്. വെരി സൂപ്പർ. ഇതൊന്നും പറയാനില്ല. നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. സാധാരണ ചിക്കൻ പോലെ അല്ല, ഇനി വേറൊരു ടേസ്റ്റാണ്. വളരെ അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ വേടെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. This is Anakina Joshi from Anakina Vlogs signing off.